അയ്യപ്പ സംഗമം നടന്നത് മുതലാണ് ശബരിമലയിലെ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. നാളിതുവരെയായിട്ടും ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോഴാണ് സ്വർണ്ണപ്പാളി വിവാദവും പുറത്തുവരുന്നത്. സ്വർണ്ണപ്പാളി വിവാദം ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണപ്പാളി വിവാദം ശരിയായ രീതിയിലാണ് അന്വേഷിക്കുന്നതെന്നാണ് ഹൈക്കോടതി അടക്കം പറയുന്നത്. സ്വർണ്ണപ്പാളി വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പമ്പ ഗസ്റ്റ് ഹൌസിലെ താമസത്തിന് 2 ലക്ഷം രൂപയാണ് ചിലവായതെന്നും ഗസ്റ്റ് ഹൌസിന്റെ ഇടനാഴിയിൽ ചുവപ്പ് പരവതാനിക്ക് 15,930 രൂപയും വേദിയിൽ VIP ഭക്ഷണത്തിനായി ചെലവായത് 30,000 രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടക്കാത്ത ഭജനയുടെ പേരിൽ നന്ദഗോവിന്ദ ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തെന്നുമാണ് ബില്ലിൽ പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പമ്പയിൽ പ്രധാന വേദിയിൽ നന്ദഗോവിന്ദം ഭജൻസ് ഭജന നടത്തിയെന്നാണ് രേഖയിലുള്ളത്. എന്നാൽ അന്ന് നന്ദഗോവിന്ദം ഭജൻസ് പമ്പയിലോ ശബരിമലയിലോ ഭജന നടത്തിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അന്ന് നടന്നത് ഭക്തിഗാന സദസ്സായിരുന്നു. പ്രധാന വേദിയിൽ ഭക്തിഗാന സദസ് അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവും സംഘവുമായിരുന്നെന്നും പറയുന്നു. വിജയ് യേശുദാസ്, വീരമണി തുടങ്ങിയവരുടെ പാട്ടുപരിപാടിയുടെ കണക്കില്ല. അയ്യപ്പ സംഗമ ദിവസം വൈകിട്ടാണ് ഈ ഗായകർ അയ്യപ്പ ഗാനമേള അവതരിപ്പിച്ചത്. അവർക്ക് പണം നൽകിയതിന്റെ കണക്കില്ല. 10 കോടിയിലധികം രൂപയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായത്. എന്നാൽ വിവിധ ആവശ്യങ്ങൾക്കായി ഇതുവരെ കൊടുത്തു തീർത്തത് 6,64 ലക്ഷം രൂപയാണ്. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 4,35 ലക്ഷം രൂപയാണ്. എന്നാൽ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ അയ്യപ്പ സംഗമത്തിന് സംഘാടന ചെലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകൾ പരത്തുവാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്ത് വന്നു. അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും 3 കോടി രൂപ മാത്രമാണെന്നും ഈ 3 കോടി രൂപയും പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണെന്നും PS പ്രശാന്ത് വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രതികരണം. 1 കോടി രൂപ സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട്. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് 3 കോടി രൂപ സംഘാടനത്തിന് വേണ്ടി അഡ്വാൻസ് ആയി എടുത്തിരുന്നു. സ്പോൺസർഷിപ്പ് കിട്ടിയ മുറയ്ക്ക് അത് 17/10/2025 കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്ന് ചെലവഴിച്ചിട്ടില്ല. ആകെ ചിലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ 4/11/2025 കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക, എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിൽ നൽകിയെന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണെന്ന് PS പ്രശാന്തിന്റെ പ്രതികരണം. അതേസമയം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേടാണെന്ന് ഹൈക്കോടതി പറയുന്നു. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയതെന്നാണ് കോടതിയുടെ കുറ്റപ്പെടുത്തൽ. ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത 2 കോടി രൂപ തിരിച്ചടച്ചില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമവും സ്വർണ്ണക്കൊള്ളയുമായി ശബരിമല ആകെ ചൂടുപിടിച്ചിരിക്കുകയാണ്. കണക്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും സർക്കാരിന്റെ കഴിവുകേടാണെന്നും പറഞ്ഞ് പ്രതിപക്ഷം മുറവിളി കൂട്ടുമ്പോൾ തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കുകയാണെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. ഇതെല്ലാം കേട്ട് ആര് പറയുന്നത് വിശ്വസിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് പൊതുജനങ്ങൾ.